നേപ്പാളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ജൻസി പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭകരുമായി ചർച്ച നടത്തി സൈനിക മേധാവി പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയും സ്ഥാനം ഒഴിഞ്ഞതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് രാജ്യം. ഭരണത്തിന്റെ നിയന്ത്രണം ഇന്നലെ രാത്രിയോടെ സൈന്യം ഏറ്റെടുത്തിരുന്നു. അതേസമയം സംഘർഷം തുടരുന്ന നേപ്പാളിലെ സ്ഥിതിഗതികൾ ഭാരതം സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഭാരതീയരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ രാജ്യത്തിന്റെ ഭരണം ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? രാഖി, നേപ്പാളിൽ കലാപം ആളിക്കത്തുകയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതോടുകൂടി നേപ്പാളിന്റെ നിയന്ത്രണം നിലവിൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. സൈന്യമാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ നിലവിൽ നടക്കുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനും ഒപ്പം അത് സമാധാനപരമായി അവരുമായി ചർച്ച നടത്തിക്കൊണ്ട് ആ പ്രക്ഷോഭം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമാണ് നേപ്പാളിൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ താൽക്കാലിക നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം നടത്തിവരികയാണ്. പക്ഷേ പാർലമെന്റ് മന്ദിരം പൂർണ്ണമായും തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തീവച്ച് നശിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികൾ, മുൻ പ്രധാനമന്ത്രിമാരുടെ വസതികൾ, മന്ത്രിമാരുടെ വസതികൾ, ഇവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രക്ഷോഭകാരികൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വസതികളെല്ലാം തീവച്ച് നശിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ആ തീവെപ്പിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. 20-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലധികം പേർക്ക് പരിക്കേറ്റു. അത്തരത്തിൽ മുൻപ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും കണ്ടതിന് സമാനമായി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വരെ അധികാര സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ഔദ്യോഗിക വസതികൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ നേപ്പാളിലുണ്ടായി. നേപ്പാളിലെ സ്ഥിതിഗതികൾ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഇന്ന് രാവിലെ മുതൽ ചെക്ക് പോസ്റ്റുകളിലൂടെ ഭാരതീയരെ തിരിച്ചെത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിക്കിമും ബീഹാറും പശ്ചിമ ബംഗാളും ഉൾപ്പെടെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അതിർത്തി മേഖലകളിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയാണ് ഭാരതീയരെ തിരിച്ചെത്തിക്കുന്നത്. കൂടാതെ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരതീയരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അവിടെ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ വാഹനങ്ങളും ടയറുകളും എല്ലാം തീവച്ച് നശിപ്പിച്ചുകൊണ്ടുമെല്ലാമായിരുന്നു ഈ പ്രക്ഷോഭകാരികൾ ഈ സമരത്തെ മുൻപോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ഭാരതീയരെ റോഡ് മാർഗമോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലേക്കോ എത്തിക്കുക എന്നുള്ളത് അപ്രായോഗികമായിരുന്നു. അതുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് തുടരാനാണ് നിർദ്ദേശം നൽകിയത്. നിലവിൽ ഈ പ്രക്ഷോഭത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഭാരതീയരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. പ്രത്യേക സുരക്ഷാ യോഗം ചേർന്നുകൊണ്ട് നേപ്പാളിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഖി, ജിഷ്ണു, നേപ്പാളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ജൻസി പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭകരുമായി ചർച്ച നടത്തുന്നുണ്ട് സൈനിക മേധാവി. രാജ്യത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും വലിയ ഭരണ പ്രതിസന്ധിയുണ്ട്. നിരവധി ഭാരതീയർ അവിടെയുണ്ട്. എന്നാൽ ഭാരതം സസൂക്ഷ്മം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ആശങ്ക വേണ്ട, എന്ത് വേണമെങ്കിലും അത് ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് സാഹചര്യമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.